നമസ്കാരം, എല്ലാവർക്കും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം നമ്മളെല്ലാവരും ഫുൾ ഓണം മൂഡിലാണ്. അപ്പം നമുക്ക് ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് PSC ഫാക്ട്സ് നോക്കാം. ഓക്കെ, അപ്പം ഈ ഓണത്തിന് നമുക്ക് പഠിത്തവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാം. അപ്പോൾ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ആയത് ഏത് വർഷമാണ്? 1961 ഓണം നമ്മുടെ ദേശീയ ഉത്സവമായി മാറുന്നത്. ഓക്കെ, ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ആരായിരുന്നു? പട്ടം താണുപിള്ളയായിരുന്നു ഓണം ദേശീയ ഉത്സവമാക്കിയ കാലം. 1961 നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നത്. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ്? മധുരൈ കാഞ്ചിയാണ് ഓണത്തെക്കുറിച്ച് സംസാരിക്കുന്ന സംഘകാല കൃതി. ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചെഴുതുന്ന മാവേലി നാടുവാണിയിടും കാലം. നമ്മളെല്ലാവരും കുഞ്ഞു തൊട്ടേ കേട്ട് പഠിച്ചിട്ടുള്ളൊരു പാട്ടാണ് മാവേലി നാടുവാണിയിടും കാലം. അത് രചിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പനാണ് മാവേലി നാടുവാണിയിടും കാലം എന്ന പാട്ട് രചിച്ചിട്ടുള്ളത്. ഓണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വള്ളംകളികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓണക്കാലത്ത് പൊതുവെ വള്ളംകളികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളംകളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആറന്മുള വള്ളംകളിയാണ്. ഉത്രട്ടാതി വള്ളംകളി എന്നും അറിയപ്പെടുന്നതാണ് ഏത്? ആറന്മുള വള്ളംകളി. എല്ലാ വർഷവും തിരുവോണം കഴിഞ്ഞുള്ള 4-ാം ദിവസമാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏത് വള്ളംകളിയാണ്? ആറന്മുള വള്ളംകളിയാണ്. ഉത്രട്ടാതി വള്ളംകളി എന്നറിയപ്പെടുന്നതും ആറന്മുള വള്ളംകളിയാണ്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നതും ആറന്മുള വള്ളംകളിയാണ്. ഓണം കഴിഞ്ഞ് 4-ാം ദിവസമാണ് ഇത് നടക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപമുള്ള പമ്പാ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനടുത്തുള്ള പമ്പാ നദിയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ്. നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. NCERT SCERT സിലബസ് ബേസ് ചെയ്തിട്ട് 10th 12th ഡിഗ്രി ലെവലിൻ്റെ കംപ്ലീറ്റ് നോട്ടുകളും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു പോകുമ്പോഴും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ബ്രിസ്റ്റു പ്ലസ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ, മാത്സിൻ്റെയും മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. ഇപ്പം നമുക്ക് വേറൊരു ഓഫർ കൂടിയുണ്ട്. നിങ്ങൾ 990 രൂപയ്ക്ക് 6 മാസത്തേക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഈ ഓണക്കാലത്ത് ഞങ്ങൾ 6 മാസത്തെ എക്സ്ട്രാ വാലിഡിറ്റി നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരികയാണ്. അപ്പം മൊത്തം ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് 990 രൂപയ്ക്ക് വാലിഡിറ്റി കിട്ടുന്നതാണ്. മാത്രമല്ല ധനയ ഡിസ്കൗണ്ട് 05 എന്ന് 89 21 33 16 09 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% എക്സ്ട്രാ ഓഫർ കൂടി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി. വേമ്പനാട്ട് കായലിന്റെ ഭാഗമായ പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. പുന്നമട കായലിലാണ് ഏത് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് ഏതറിയപ്പെടുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി അറിയപ്പെടുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി. ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ നാമം. എന്തായിരുന്നു? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഓക്കെ, 1952 നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ചാമ്പ്യന്മാരായത് ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായത്. നെഹ്റു ട്രോഫിയിൽ ഈ വർഷം കിരീടം നേടിയത് ആരാണ്? വിയ്യപുരം ചുണ്ടനാണ്. 2025 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് വിയ്യപുരം ചുണ്ടനാണ്. അടുത്ത പ്രധാനപ്പെട്ടൊരു വള്ളംകളിയാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി. അഷ്ടമുടിക്കായലിലാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. എല്ലാ വർഷവും നവംബർ 1-ാം തീയതിയാണ് ഈ വള്ളംകളി നടക്കുന്നത്. നവംബർ 1-ാം തീയതി കേരളപ്പിറവിയാണ്. അന്നാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ട്രോഫിയാണ് വിജയികൾക്ക് സമ്മാനിക്കുന്നത്. ഓരോ വർഷവും ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിൽ ഏർപ്പെടുത്തുന്ന ട്രോഫിയാണ് വിജയികൾക്ക് സമ്മാനമായിട്ട് നൽകുക. 2001 ആഗസ്റ്റ് 30-നാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത്. ഓക്കെ, പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ ആദ്യ വർഷത്തെ വിജയി ആരായിരുന്നു? ശ്രീ ഗണേഷ് ചുണ്ടമ്പെള്ള ആയിരുന്നു പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ ആദ്യത്തെ വിജയി. ഓക്കെ, ഇനി ചെമ്പംകുളം വള്ളംകളിയാണ്. ആലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വള്ളംകളിയാണ് ചെമ്പംകുളം വെള്ളംകളി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനവുമായി അനുബന്ധിച്ചാണ് എന്ത് നടക്കുന്നത്? ചെമ്പംകുളം വെള്ളംകളി നടക്കുന്നത്. പമ്പാ നദിയിലാണ് ചെമ്പംകുളം വള്ളംകളി നടക്കുന്നത്. കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ചെമ്പംകുളം വള്ളംകളിയോട് കൂടിയാണ്.
ഓക്കെ, അപ്പം നമ്മുടെ ഓണക്കാലത്താണ് നമ്മുടെ വള്ളംകളികളെല്ലാം നടക്കുന്നത്. അതിൻ്റെ തുടക്കം എവിടെയായിരിക്കും? ചെമ്പംകുളം വള്ളംകളിയിലായിരിക്കും. ഓക്കെ, അടുത്തത് പായിപ്പാട്ട് വള്ളംകളി. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് പായിപ്പാട്ട് വള്ളംകളി. അച്ചൻകോവിൽ നദിയുടെ പോഷക നദിയായ പായിപ്പാട്ട് നദിയിലാണ് എല്ലാ വർഷവും ഓണക്കാലത്ത് എന്ത് നടക്കുന്നത്? പായിപ്പാട്ട് വള്ളംകളി നടക്കുന്നത്. അച്ചൻകോവിൽ നദിയുടെ പോഷക നദിയായ പായിപ്പാട്ട് നദിയിലാണ് പായിപ്പാട്ട് വള്ളംകളി നടക്കാറുള്ളത്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടാണ് ഇത് നടക്കുന്നത്? പായിപ്പാട്ട് വള്ളംകളി നടക്കുന്നത്. ചെമ്പംകുളം വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ആലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ വിഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ഇത് നടക്കുന്നത്? ചെമ്പംകുളം വള്ളംകളി നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ഓണത്തെക്കുറിച്ചും കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളംകളികളെ കുറിച്ചുമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ബ്രിസ്റ്റു ടീമിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണക്കാലം നിങ്ങൾക്കും വിജയത്തിൻ്റെതാവട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു ജോലിയിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. 6+6 ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്രാവശ്യം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ബ്രിസ്റ്റു കേരള PSC സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.